24 എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച അഷ്കർ കൊടും ക്രിമിനലാണ്. അഷ്കറിന്റെ കണ്ടില്ലാ ക്രൂരതയിൽ ആദ്യ ഭാര്യ ആമിനയുടെ ശരീരമാകെ തടഞ്ഞ നിലയിലാണ്. കേട്ടാൽ മരവിച്ചു പോകുന്ന അഷ്കറിന്റെ കൊല്ലാക്കുല ആമിന പറയുന്നു. ആ വാക്കുകളിലേക്ക് ആദ്യം. ഒന്ന് പേരും കൊണ്ട് താല്പര്യമില്ലിച്ച് എന്നെ അടിക്കും, വെള്ളത്തിൽ പിടിച്ച് മക്കി. നുറുങ്ങുന്ന വേദനയിൽ ആ 21-കാരിയോട് കൂടുതൽ ചോദിക്കാൻ കഴിഞ്ഞതുമില്ല. ഷഫീദ് റാവുത്തറിന് പലതവണ ഭിത്തിയിലിടിപ്പിച്ചും കെട്ടിത്തൂക്കിയും വായിൽ വിഷമൊഴിച്ചും അഷ്കർ ആമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ നടുക്കുന്ന വിവരങ്ങൾ 24 പ്രതിനിധി ഷഫീദ് റാവുത്തറിനോട് തുറന്നു പറയുകയായിരുന്നു ആമിനയുടെ മാതാവ്. ഉപദ്രവിക്കുന്ന പറയാനിൽ ആദ്യമായിട്ട് എൻ്റെ കൊച്ചിനെ തലയ്ക്കാണ് അടിക്കണേന്ന്. തലയിൽ ബാക്ക് സൈഡിലാണ്, സെറിബെല്ലത്തിലാണ് അടിച്ച് ബ്ലഡ് കട്ടിയായിട്ടാണ് എൻ്റെ കൊച്ചിന് നടക്കാനോ സംസാരിക്കാനോ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഉപദ്രവിക്കുന്നത് വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. അവൻ്റെ ഉമ്മ വിളിച്ച് പറയുന്നത് പോലെയാണ് എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഉമ്മയും സഹോദരിയും വരും, കൊച്ചിനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. ഞങ്ങളെ ഭീഷണിയായിരുന്നു. മോളെ കൂടെ എന്നെ വണ്ടി കയറ്റി കൊല്ലും, എൻ്റെ മോനെ വണ്ടി കയറ്റി കൊല്ലും, ഭർത്താവിനെ കൊല്ലും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ ഇടയ്ക്ക് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ച് എന്നെ അടിച്ച്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, നമുക്കിത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നില്ല അല്പസമയം മുൻപ് ആമിന എന്ന 21-കാരി ഷഫീദിനോട് പറഞ്ഞ കാര്യങ്ങൾ. കാരണം വിശ്വസിക്കാൻ പ്രയാസമാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രിമിനൽ എന്ന രീതിയിൽ അഷ്കറിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് ക്രൂരമായ മർദ്ദനം ആ 21-കാരിക്ക് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. 18-ാം വയസ്സിൽ വിവാഹം കഴിയുന്നു. അന്ന് തൊട്ട് പിന്നീട് ഇങ്ങോട്ട് മർദ്ദനത്തിന് നാളുകൾ മാത്രമാണ് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഷഫീദ്? പ്രജന 1.5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അഷ്കർ എന്ന് പറയുന്നയാൾ കൊടും ക്രിമിനലാണ് എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് നിയമപരമായി ഇപ്പോഴും അഷ്കറിന്റെ ഭാര്യയായിട്ടുള്ള പാലോട് സ്വദേശി ആമിന അവർ നടത്തിയത്. അവർ 2024 മുതൽ ഗുരുതര ആരോഗ്യാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മെഡിക്കൽ കോളേജിനടുത്തുള്ള മെഡിക്കൽ കോളേജ് പരിധിയിൽ തന്നെയുള്ള ഫിസിയോതെറാപ്പി സെന്ററിൽ വെച്ചിട്ടാണ്. അതായത് പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ആമിനയുള്ളത്. പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയാണ് നമ്മളോട് അമ്മ സംസാരിക്കുന്നതും. അതായത് ഈ അഷ്കർ നടത്തിയ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് ലോകം മുഴുവൻ അറിയണം എന്നുള്ള ഒരു ഇതിലാണ് ആ അമ്മ നമ്മളോട് സംസാരിച്ചത് തന്നെ. അതായത് 2018 2022 ഇതുമായി ബന്ധപ്പെട്ട് പാലോട് സ്വദേശിയായിട്ടുള്ള ആമിനയും അഷ്കറും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അന്ന് ആമിനയ്ക്ക് 18 വയസ്സായിരുന്നു. മാത്രമല്ല അന്ന് ഈ വിവാഹത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അഷ്കറിന്റെ മാതാവ്, സഹോദരി എന്നിവർ മർദ്ദിക്കുമായിരുന്നു എന്നുള്ളതാണ് ആമിന നമ്മളോട് പറഞ്ഞത്. ഈ 2 ചെകിടും പൊത്തി അടിക്കുക, മുടിയിൽ കുത്തിപ്പിടിക്കുക, മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിക്കുക, അതേപോലെ വായിൽ ബലം പ്രയോഗിച്ച് വാതുറപ്പിച്ച് വിഷമൊഴിച്ചു കൊടുക്കുക, മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കെട്ടിത്തൂക്കാനുള്ള ശ്രമം നടത്തുക, കിണറ്റിലിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുക തുടങ്ങി കേട്ടാൽ നമ്മൾ വിശ്വസിക്കാത്ത അത്ര തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അത് ക്രൂരത, അത് ആമിന അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം അഷ്കറിന്റെ ക്രൂരത കാരണമാണ് 2024 ആമിന കോമയിലേക്ക് പോകുന്നത്. ഏതാണ്ട് 13 മാസം ആ കുഞ്ഞ് കോമയിൽ കിടന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. മാത്രമല്ല അതുണ്ടാകാനുള്ള കാരണം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അഷ്കർ പലതവണ ആമിനയെ ഒരു ദിവസം രാത്രി ഈ തല ഭിത്തിയിൽ ചേർത്ത് ഇടിച്ചു. അതിന് പിറ്റേ ദിവസമാണ് ആമിന ഈ ആരോഗ്യാവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടും തീരുന്നില്ല അഷ്കറിന്റെ ക്രൂരത. ചികിത്സയിൽ 2 വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആമിനയെ കാണാൻ എന്ന പേരിൽ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് എത്തുകയും ആമിനയുടെ മാതാവ് ഷാജില ബീവിയെ മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് തന്നെ ഈ അഷ്കർ മർദ്ദിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ക്രൂരനാണ് ഇയാൾ എന്നുള്ള കാര്യം ഈ സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ആമിന നമ്മൾ കണ്ട ഗുരുതര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നുമില്ല. ഇവർക്ക് പരാതിയുമായി ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ നേരത്തെ നെടുമങ്ങാട് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് പാലോട് ഇതുപോലെ ആദ്യ ഭാര്യയെ ഉപദ്രവിച്ച ഒരു കേസുണ്ടെന്നാണ്. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കുടുംബം നൽകിയിട്ടുണ്ടോ ഷഫീദ്? ഈ ആമിനെ ഉപദ്രവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് പോലീസിനെ പലതവണ സമീപിച്ചെങ്കിലും ആ കേസിൽ പോലീസ് ഒരു ചൂട് കാണിച്ചില്ല. സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ആമിനയുടെ മാതാവ് ഷാജില ബീവിയുടെ പരാതി. ഈ മെഡിക്കൽ കോളേജ് പരിധിയിൽ വെച്ച് ഷാജില ബീവിയെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് മെഡിക്കൽ കോളേജിലുമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പ്രജിൻ, ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആമിനയെ മാത്രമല്ല, ആമിനയെ ഉപദ്രവിക്കുന്നതിനപ്പുറത്തേക്ക് ഷാജില ബീവിയെ, അതായത് ആമിനയുടെ അമ്മയെ അടക്കം ഇയാൾ പലതവണ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെ ഭീഷണിപ്പെടുത്തി
ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. കാരണം 2022 ആമിനയുടെ ചിത്രം നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ കാണാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ആ കുഞ്ഞിന്റെ അവസ്ഥ അത് നമ്മൾ ആ മെഡിക്കൽ കോളേജിൽ പോയി നേരിട്ട് കണ്ടതാണ്. ഏതായാലും അതിക്രൂരമാണ്. ആദ്യ ഭാര്യ എന്ന് പറയാൻ കഴിയില്ല. നിയമപ്രകാരം ഇപ്പോഴും ആമിന തന്നെയാണ് അഷ്കറിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ അവരോട് കാണിച്ച ക്രൂരത, അവരെ ക്രൂരമായി മർദ്ദിച്ച് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു തരത്തിലൊരു കോമ അവസ്ഥയിലേക്ക് വരെ അവരെ എത്തിച്ചതിന് കാരണമായത് അഷ്കറിന്റെ ഈ ക്രൂരതയാണ്. പ്രജിത്ത്. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്നും. എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ പിന്നീട് എങ്ങനെയാണ് അഷ്കർ പോലീസിന്റെ പിടിയിലാവാതെയോ അല്ലെങ്കിൽ ഇതിൽ ശിക്ഷ ഏറ്റുവാങ്ങാതെയോ പോയത് എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ്. ചില സ്വാധീനത്തിൽ അതൊക്കെ മാറിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൂടുതലായി അന്വേഷണത്തിൽ മാത്രമേ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അഷ്കറിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അഷ്കറിന്റെ രീതികളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.